ഹായ് ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ആക്ച്വലി കുറെ ആയി അപ്ലോഡ് ചെയ്തിട്ട്. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ നേഴ്സിംഗ്. നമ്മുടെ ഈ ചാനലിൽ നേഴ്സിംഗ് ഇന്റർവ്യൂസ് എടുത്തിട്ടില്ല, കുറെ റിക്വസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മളിന്ന് നേഴ്സിംഗ് പഠിക്കുന്ന ഒരു കുട്ടിയാണ് ഇന്റർവ്യൂ ചെയ്യുന്നത്. വെൽക്കം ടു ദ ചാനൽ. എന്താ പേര്, നാട്ടിൽ താങ്ക് എവിടെയാണ്? യു. എന്റെ പേര് നൈഫി. ഞാൻ എറണാകുളത്ത് നിന്നാണ് വരുന്നത്. ഹൗസ് ബിൽഡിംഗ് നഴ്സിംഗ്. അപ്പോ എല്ലാവരുടെയും ഒരു ചോദ്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, എങ്ങനെയാണ് ഇതിന്റെ സ്റ്റെപ്സ്? സോ ഒരു ആൾക്ക് ജർമ്മനിയിൽ വന്ന് ഈ നഴ്സിംഗ് ചെയ്യണം, ഹൗസ് ബിൽഡിംഗ് ചെയ്യണം പറഞ്ഞാൽ എന്താണ് പ്രോസസ്? ജർമ്മനിയിൽ ശരിക്കും ഹൗസ് ബിൽഡിംഗ് എന്ന് പറയുന്ന ഒരു ഡിപ്ലോമ കോഴ്സാണ്, ഒരു 3 ഇയർ ഡിപ്ലോമ നഴ്സിംഗ് കോഴ്സാണ്. അത് നഴ്സിംഗ് മാത്രമല്ല ഉള്ളത്, വേറെ കുറെ കോഴ്സസ് ഉണ്ട്. ഈ കോഴ്സസിന് നമുക്ക് പ്രാക്ടിക്കലും തിയറിയും ഉള്ളതുകൊണ്ട് പ്രാക്ടിക്കലിനെ ബേസ് ചെയ്ത് നമുക്ക് സ്റ്റൈഫൻഡ് കിട്ടും പെർ മന്ത് ഒരു 1 lakh ഒക്കെ വെച്ചിട്ട്. അത് കോഴ്സ് അനുസരിച്ച് ഡിഫറെന്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു. നഴ്സിംഗിന് ഒരു 1 lakh ഒക്കെ പെർ മന്ത് നമുക്ക് കിട്ടും, ഇന്ത്യൻ മണി വെച്ച് നോക്കുമ്പോൾ. പിന്നെ ഇതിന്റെ പ്രൊസീജിയർ എന്ന് പറയുമ്പോൾ നമുക്ക് B2 ഫുൾ മോഡ്യൂൾ വേണം നഴ്സിംഗ് ഇവിടെ ചെയ്യാനായിട്ട്. അത് പല സ്കൂളിലും ഇപ്പം 2 മോഡ്യൂൾ വെച്ചിട്ട് കയറി പോരാമെന്നൊക്കെ എനിക്ക് തോന്നുന്നു. എന്തായാലും ഇപ്പം ചിലർ വേറെ കുറെ കോഴ്സസ് ഉണ്ട്. ഇപ്പൊ 1 ഇയർ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു അസിസ്റ്റന്റ് നഴ്സിംഗ് പോലെ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നഴ്സിംഗ് സ്പെഷ്യലിസ്റ്റ്, അതാണ് ഇപ്പൊ ഹൗസ് ബിൽഡിംഗ് നഴ്സിംഗ് എന്ന് പറയുന്നത്, 3 ഇയർ ഡിപ്ലോമ കോഴ്സ്. അപ്പൊ അത് ചെയ്യുമ്പോഴേക്കും B2 ഫുള്ള് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളതൊക്കെയാണ്. അപ്പം ഞാനിവിടെ വന്നിരിക്കുന്നത് B2 കംപ്ലീറ്റ് ഫുൾ മോഡ്യൂൾ വെച്ചിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. ഈ ഫുൾ മോഡ്യൂൾ പറയുമ്പോ സ്പീക്കിംഗ് അങ്ങനെയാണോ? ലൈക് B1 B2 എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു സ്പീക്കിംഗ്, റൈറ്റിംഗ്, ലിസണിങ്, ഇതൊക്കെയുണ്ട്. റൈറ്റിംഗ് ഇതെല്ലാം ഉണ്ട്. ഇപ്പൊ A2 വരെയൊക്കെ എനിക്ക് തോന്നുന്നു എല്ലാം കൂടെ ആണല്ലോ, നമുക്ക് സെപ്പറേറ്റ് മോഡ്യൂൾസ് ഇല്ലല്ലോ. B1 B2 ആകുമ്പോഴാണ് തോന്നുന്നു എനിക്ക് സെപ്പറേറ്റ് ആയി മോഡ്യൂൾ എഴുതാൻ പറ്റുന്നത്. B1 B2 സെപ്പറേറ്റ് മൊഡ്യൂൾസ് ആണ്. ഞാൻ A1 A2 B1 ഒന്നും എഴുതിയില്ല, ഞാൻ ഡയറക്റ്റ് B2 ആണ് എഴുതിയത്. ഓക്കെ, അതിന്റെ പ്രോസസ് ഒന്ന് പറയാമോ? ലൈക് നാട്ടിൽ എവിടെയായിരുന്നു ഇത് ചെയ്തത്? ലൈക് ജർമ്മൻ കോഴ്സ് ചെയ്തത് എത്ര കാലം? ലാംഗ്വേജ് ഞാൻ A1 A2 ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പഠിച്ചത്. അത് കഴിഞ്ഞിട്ട് ഞാൻ വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് മാറി. B1 B2 വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചു. എനിക്ക് ഒരു ടോട്ടൽ ഒരു 8 മാസമായിരുന്നു എനിക്ക് എടുത്തത് ലാംഗ്വേജ് പഠിച്ചു കഴിയാനായിട്ട്. പിന്നെ ഡേറ്റ് എനിക്ക് തോന്നുന്നു ഒരു 4 മാസത്തിനുള്ളിൽ എന്തോ ഞാൻ B2 കംപ്ലീറ്റ് ചെയ്തു. 1 ഇയറിൽ എൻ്റെ B2 കംപ്ലീറ്റ് ഞാൻ എഴുതി കഴിഞ്ഞു. പിന്നെ എൻ്റെ പ്രോസസ്സിങ്ങിന് കുറച്ച് ടൈം എടുത്തു. ഞാൻ ഫസ്റ്റ് ഒരു ഏജൻസിയിൽ കൊടുത്തായിരുന്നു. പിന്നെ അത് അങ്ങോട്ട് ഓക്കെ ആയില്ല, പ്രോസസ്സിങ് ഭയങ്കര ലാഗായി. അതായിട്ട് ഞാൻ വേറൊരു ഏജൻസിയിൽ കൊടുത്തു. അപ്പൊ ആ ഏജൻസിയിൽ കൊടുത്തിട്ടാണ് എനിക്കൊരു 3-4 മാസം സമയം എടുത്തു. നമുക്ക് അനർക്കനും പ്രൊസീജിയറൊക്കെ ചെയ്യാനുണ്ട്. നമ്മുടെ ഇന്ത്യയിലെ സർട്ടിഫിക്കറ്റ്സ് ഇക്വാലന്റ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ആ സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമുണ്ട്. അപ്പം അതിന് കുറച്ചൊരു 3-4 മാസം ചിലപ്പോൾ ടൈം എടുക്കും. അപ്പം അതിന്റെ പ്രോസസ്സിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഇവിടെ വന്നേക്കുന്നത്. സോ ബേസിക്കലി 1 ഇയറിന്റെ ഉള്ളിൽ B2 വരെ പഠിക്കാന്നാണ് പറയുന്നത്. സോ അല്ലെങ്കിൽ ഫുൾ ടൈം കോഴ്സ് പോകണ്ടായിരുന്നു, വേറെ ഒന്നും ചെയ്യാതെ ലൈക് ഫുൾ ടൈം ഇതിൽ കോൺസെൻട്രേറ്റ്. ഞാൻ ആദ്യം പോയൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എനിക്കൊന്ന് A1 ഫുൾ വൈകുന്നേരം വരെ ഉണ്ടായിരുന്നു ക്ലാസ് ഒക്കെ. പിന്നെ A2 ആയപ്പോൾ ഉച്ചവരെ എന്തോ ആയിരുന്നു തോന്നുന്നു, ഞാൻ കറക്റ്റായിട്ട് ഞാൻ ഓർക്കുന്നില്ല. B1 B2 എനിക്ക് 2-2.5 മണിക്കൂർ എന്തോ ക്ലാസ് ഉണ്ടായിരുന്നുള്ളൂ. ഡെയിലി 2.5 hours ക്ലാസ് B1 B2. ഡെയിലി അത്രയും സമയം B1 B2. അത് ശരിക്കും ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, കൂടുതൽ ടൈമും കാര്യങ്ങളൊക്കെ എടുക്കും. ഞാൻ പിന്നെ പെട്ടെന്ന് കോഴ്സ് തീർക്കാൻ ആ ഒരു പ്ലാനിലാണ് ഞാൻ. പിന്നെ അത്രയും അത് നോക്കി, പിന്നെ വേറെ പോയിട്ടുള്ള കൊച്ചുങ്ങളുടെ ഇൻഫർമേഷൻസും ചോദിച്ചു. അപ്പൊ അങ്ങനെയാണ് ഞാൻ പെട്ടെന്ന് ഒരു ഡ്യൂറേഷനിൽ കംപ്ലീറ്റ് ചെയ്ത് അത് ഞാൻ നോക്കിയത്. പക്ഷെ എന്റെ ടൈം എടുത്തത് ശരിക്കും പ്രോസസ്സിംഗ് അല്ല, ആവറേജ് നോക്കുമ്പോൾ ഒരു 1 ഇയർ ആവും. ഒരു 1 ഇയറിൽ നമുക്ക് ലാംഗ്വേജ് എന്തായാലും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇപ്പം പല ഏജൻസിയിലും ഇപ്പം ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിലും കുറെ ടൈം എടുക്കുന്നുണ്ട് B2 വരെ എത്താനായിട്ട്. എനിക്ക് ഒരു 8 months ലാംഗ്വേജ് ഫുള്ള് പഠിച്ചു കഴിഞ്ഞു. പിന്നെ അതേപോലെ എക്സാം എടുക്കാൻ ഇപ്പം ഡേറ്റ് കിട്ടാനും പാടാണ് എക്സാമിന്. അപ്പം
അപ്പൊ അത് വെച്ച് നോക്കുമ്പോ ഇപ്പം എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ടൈം എടുക്കുമായിരിക്കും. അപ്പോ ഇത് എങ്ങനെയാണ് പ്രോസസ്? ലൈക് +2 കഴിഞ്ഞിട്ടാണോ ഇത് സ്റ്റാർട്ട് ചെയ്തത് പ്രോസസ്? അല്ല എന്താണ് അത് ആക്ച്വലി? അതെ, ഞാൻ +2 കഴിഞ്ഞിട്ടാണ്. എനിക്ക് തോന്നുന്നു ഞാൻ +2ന്റെ എക്സാം കഴിഞ്ഞിട്ട് ഞാൻ ആ ഒരു സമയത്ത് തന്നെ ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്തായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെന്തുവായിരുന്നു, നേരെ ലാംഗ്വേജ് പഠിക്കുമായിരുന്നു. എന്നിട്ട് B2 കഴിഞ്ഞിട്ട് B2 എക്സാം അറ്റൻഡ് ചെയ്തു. B2ന്റെ ഞാൻ എക്സാം അറ്റൻഡ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഞാൻ ഒരു ഏജൻസിയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് നഴ്സിങ്ങിന് പോകുന്ന ഇപ്പം ഹൗസ് ബിൽഡിങ്ങിന് B2 പാസ്സാവാൻ പറ്റും എന്നുള്ളൊരു ആ ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഒരു ഏജൻസിയിൽ നേരത്തെ കൊടുക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഇപ്പം B2 കിട്ടാണ്ട് വരുമ്പം കുറെ ഡ്രോപ്പ് ചെയ്യുന്ന ഒരേ ആൾക്കാരുണ്ട്. അപ്പം അങ്ങനെയുള്ളവർക്ക് നേരത്തെ ഏജൻസി കൊടുക്കാനായിട്ട് അതൊരു നല്ല ഐഡിയ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ അത് പാസ്സായി കഴിഞ്ഞപ്പോ എന്തോ ഭാഗ്യം. അത് ശരിക്കും പഠിത്തം മാത്രമല്ല, ലക്കുണ്ട്, രണ്ടും ഉണ്ട്. അതെ, അത് ലിസ്ണിങ്ങും റീഡിങ്ങും ഒന്നും വിചാരിക്കുന്ന പോലെയല്ല. കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നു IELTS-നേക്കാളും കുറച്ചുകൂടെ ടഫാണ്. പുതിയ ലാംഗ്വേജ് ആണല്ലോ IELTS എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് ഇംഗ്ലീഷ്. ഇത്രയും ഇതിപ്പോ ജർമ്മൻ പുതിയൊരു. എനിക്ക് തോന്നുന്നു ജർമ്മൻ സ്പീക്കിങ്ങും റൈറ്റിങ്ങും സ്വന്തം എഫേർട്ട് ഇടുന്നതാണ്. പക്ഷെ ലിസ്ണിങ്ങും റീഡിങ്ങും കുറച്ചും കൂടെ ടൈം എടുത്ത് നോക്കിയാലും കുറച്ചൊക്കെ നമുക്ക് കിട്ടും. ഇനി എന്താ, ഞാൻ അത്രയും എഫേർട്ട് എടുത്തിട്ടുണ്ട് ലിസ്ണിങ്ങിനും റീഡിങ്ങിനൊക്കെ. അപ്പൊ അത് ഭാഗ്യവും ലക്കും പഠിത്തവും എല്ലാം വേണം. പക്ഷെ നമ്മള് ഇതിനു വേണ്ടി പ്രോപ്പർ ആയിട്ട് ഇരുന്നതിനെ ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന പറയുന്നത്. വേറെ +2 കഴിഞ്ഞിട്ട് നമ്മൾ ഇരിക്കുന്ന ടൈമിൽ അവസാനത്തേക്ക് വെച്ചിട്ട് കാര്യമില്ല, അവർ എഫേർട്ട് എടുത്തിരുന്ന് പഠിക്കണം. ഇതിപ്പം A1 മുതൽ എന്തായാലും കണ്ടിന്യൂസ് ആണ്. അപ്പം അതേപോലെ സ്റ്റാർട്ടിങ് മുതലേ അങ്ങനെ പഠിച്ചാലേ കാര്യമുള്ളൂ. ഇത് പിന്നെ പഠിക്കാമെന്ന് വെച്ചിട്ടിരിക്കുന്ന ഒരു സംഭവമല്ല. പഠിച്ചു പോവാണെങ്കിൽ B2 വരെ, B2 നമുക്കിപ്പം ഇപ്പൊ ഫുൾ മോഡ്യൂൾ ക്രാക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഇതിൽ പഠിച്ചു പോയിട്ടേ കാര്യമുള്ളൂ. ഇപ്പം എന്താ ലേറ്റ് ആയിട്ട് വെച്ചിരുന്നിട്ട് B2 എന്ന് പറയുമ്പോൾ നല്ല കഷ്ടപ്പാടായിരിക്കും. നിങ്ങളുടെ അഭിപ്രായത്തില് B2 കഴിഞ്ഞിട്ട് വരുന്നതായിരിക്കും ഏറ്റവും നല്ലത്? ലൈക്ക് നിങ്ങൾ പറഞ്ഞു ചില ഏജൻസിയിലൊക്കെ ഇപ്പൊ B1 കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് B2 പാസ്സാവുന്ന ഒരു പരിപാടി ഉണ്ട് എന്നുള്ള രീതിയിൽ ബെറ്റർ ആണോ? ലൈക്ക് ഇന്ത്യ തന്നെ സർട്ടിഫിക്കറ്റ് ആയിട്ട് വരുന്നത്? എന്റെ ഒപ്പീനിയനിൽ ഞാൻ B2 പാസ്സായിട്ട് ഇവിടെ വന്നോണ്ട് എനിക്ക് അതാണ് തോന്നുന്നത്. അവിടെ നിന്ന് പാസ്സായിട്ട് വരുന്നതായിരിക്കും എപ്പോഴും നല്ലത്. പിന്നെ ഇവിടെ വന്നിട്ട് പാസ്സാവുന്നവരുണ്ട്, എന്റെ ഫ്രണ്ട്സും ഉണ്ട്. ഇങ്ങനെ ഇപ്പൊ 2 മൊഡ്യൂളൊക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ 2-3 മൊഡ്യൂളൊക്കെ വെച്ച് വന്നിട്ട് ഇവിടെ ഔട്ട്പെയർ ചെയ്യുക. അങ്ങനെ വേറെ ഇപ്പൊ ഒരു 1 ഇയർ കോഴ്സ്, അസിസ്റ്റന്റ് കോഴ്സ് ചെയ്തിട്ട് പിന്നെ ഈ നഴ്സിംഗിലേക്ക് 3 ഇയർ പിന്നെയും ചെയ്യാം. അങ്ങനെയൊക്കെ എടുത്ത് വന്നിരിക്കുന്നവരും ഉണ്ട്. അപ്പം എനിക്ക് തോന്നുന്നത് എപ്പോഴും ബെറ്റർ B2 ഫുൾ മൊഡ്യൂൾ എടുത്തിട്ട് ഇങ്ങോട്ട് വരുന്നതായിരിക്കും ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു, എന്റെ ഒരു ഒപ്പീനിയനിൽ. ജർമ്മൻ B2 മോഡ്യൂൾ എടുത്തിട്ട് ഇവിടെ വരിക. ഓക്കെ, ആ ഒരു സംഭവം ഓക്കെ. ഇനിയിപ്പോ ഞാൻ പറയുകയാണെന്ന് വെച്ചാൽ കുറെ പേര് ചോദിക്കുന്നു, ഈ നല്ല നമുക്ക് പേര് കേട്ട ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്. ഇപ്പൊ ജർമ്മൻ കോച്ചിങ് തന്നെ ഗോയത്തെ ഉണ്ട് അല്ലെ? അല്ലാതെ ഇപ്പൊ ഈ പ്രൈവറ്റ് ആയിട്ട് ക്ലാസ് എടുത്ത് കൊടുക്കുന്ന ആൾക്കാരുണ്ട്. നിങ്ങളുടെ അഭിപ്രായത്തിൽ ഇങ്ങനെ ഒരു സിസ്റ്റത്തിൽ പോയി പഠിക്കണാണോ നല്ലത്, അല്ല ലൈക് പ്രൈവറ്റ് ആയിട്ട് നമുക്ക് മാത്രമായിട്ട് അല്ലെങ്കിൽ കുറച്ച് ആൾക്കാരായിട്ട് എടുക്കുന്ന, പ്രത്യേകിച്ച് ഈ നഴ്സിംഗ് പഠിക്കുന്ന ആൾക്കാരൊക്കെയാണ് കൂടുതൽ ഈ ട്യൂഷൻ ഒക്കെ എടുത്തു കൊടുക്കുന്നത്. അപ്പൊ നിങ്ങളുടെ അഭിപ്രായത്തിൽ ഏതാണ് ബെറ്റർ? ലൈക്ക് എനിക്ക് തോന്നുന്നു ഒരു നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ ആയിരിക്കും ബെറ്റർ. നമ്മളിപ്പം എത്ര പഠിച്ച ടീച്ചിങ് അനുസരിച്ച് ഒരു കാര്യം, ടീച്ചിങ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പം ഞാനിപ്പം പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അതിനേക്കാളും നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം പക്ഷെ പാസ്സാവണമെന്നില്ല എന്താണ്. പക്ഷെ എനിക്ക് ഇവിടെ വന്നു കഴിഞ്ഞിട്ട് എനിക്ക് തോന്നിയത് കുറച്ചും കൂടെ ഒരു നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠിച്ചിരുന്നെങ്കിൽ, നമുക്കിപ്പം ഗ്രാമറൊന്നും നമ്മള് എല്ലാം ഒന്നും പഠിച്ചിട്ടല്ല ഇവിടെ വരുന്നത്. അപ്പം ഇപ്പം കുറച്ചുകൂടെ ഇപ്പൊ ഗോയിത്തെ എനിക്കറിയില്ല, ഞാൻ ഗോയിത്തയിലല്ല പഠിച്ചത്. അപ്പം അങ്ങനെ ഗോയിത്തയിൽ ഇപ്പൊ പഠിച്ച ആൾക്കാരുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അവരതിനനുസരിച്ച് ഗ്രാമറും കാര്യങ്ങളും എല്ലാം മേക്ക് ചെയ്ത് എടുക്കുന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു അങ്ങനത്തെ ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ ആയിരിക്കും ബെറ്റർ. എനിക്ക് പഠിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കുറച്ചും കൂടി നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടി ലാംഗ്വേജ് ബെറ്റർ ആക്കായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ എന്റെ അപ്പോഴത്തെ ഒരു കംഫേർട്ടില് എല്ലാത്തിലും ഞാൻ ആ ഒരു ഇതിലുകൊണ്ടാണ് ഞാൻ ഏജൻസി സെലക്ട് ചെയ്തത്. ലാംഗ്വേജ് അക്കാഡമി സെലക്ട് ചെയ്തു.
അപ്പൊ നമ്മൾ +2 കഴിഞ്ഞു, ഞാനൊരു B2 വരെ 1 ഇയർ കഴിഞ്ഞിട്ട് B2 വരെ പഠിച്ചു, നാട്ടിൽ നിന്ന് പാസ്സായി, സർട്ടിഫിക്കറ്റും ഉണ്ട്. അടുത്ത പ്രോസസ് എന്താണ്? വേറെ എന്തൊക്കെ ഡോക്യുമെന്റ്സ് വേണം ഈ ഒരു സംഭവത്തിന്? ഡോക്യുമെന്റ്സ് ഫസ്റ്റ് നമ്മുടെ പാസ്പോർട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് അറ്റസ്റ്റ് ചെയ്യണം, നോട്ടറിനെ കൊണ്ട് അറ്റസ്റ്റ് ചെയ്യിക്കണം. പിന്നെ നമ്മുടെ എന്തുവായിരുന്നു 10th +2 സർട്ടിഫിക്കറ്റ്സ് ഒക്കെ നമ്മൾ അനർക്കിന്നിന് വേണ്ടി കൊടുക്കണം. അത് റെക്കഗ്നിഷൻ സർട്ടിഫിക്കറ്റ് നമ്മുടെ ഒരു ലാംഗ്വേജ് ലെവലില് ജർമ്മനിയിൽ അപ്രൂവ് ചെയ്യുന്ന ഇക്വാലന്റ് ആയിരുന്നു, അതിന്റെ ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് കൊടുക്കണം. അതൊരു ഇച്ചിരി ടൈം എടുക്കുന്ന സംഭവമാണ്, ഒരു 3 to 4 months എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് അത്രയും ടൈം എന്ത് കൊടുത്തായിരുന്നു. പിന്നെ എന്താണ്, പിന്നെ നമ്മുടെ സർട്ടിഫിക്കറ്റ്സ് ജർമ്മനിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പം അത് ഓരോ സ്റ്റേറ്റ് ആയിട്ട് ഡിപ്പെൻഡ് ചെയ്യും. ചിലവർക്ക് ഇംഗ്ലീഷ് തന്നെ മതിയായിരിക്കും. അപ്പം എന്റെ സ്റ്റേറ്റിലേക്ക് ഞാൻ സ്ലെഷ്വിഗ് ഹോൾസ്റ്റൈനിലാണ്, നോർത്താണ്. അപ്പം എനിക്കിവിടെ അങ്ങനെ കൺവേർട്ട് ചെയ്യേണ്ടി ഞാൻ കൺവേർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, കൊടുത്തില്ലെന്ന് എനിക്ക് തോന്നണം. ഞാൻ വേറൊരു സ്ഥലത്തും ഇങ്ങനെ വേറൊരു ഇന്റർവ്യൂവിനും കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ അത് NRVയിലായിരുന്നു. അപ്പൊ അവിടെ അത് വേണ്ടായിരുന്നു, എന്റെ സ്റ്റേറ്റിൽ അത് വേണ്ടായിരുന്നു തോന്നുന്നു. പക്ഷെ എന്റെ സ്റ്റേറ്റില് അനർക്കിന്നും മസ്റ്റ് ആയിരുന്നു, അനർക്കിന്നും കിട്ടിയിട്ടേ കയറാൻ പറ്റുള്ളൂ. വേറെ സ്ഥലത്ത് എനിക്ക് തോന്നുന്നു ഹാഫ് അനർക്കിന്നും മതി, കംപ്ലീറ്റ് ആയിട്ട് ചെയ്യണം എന്നില്ല. പ്രൊസീജിയർ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെച്ചാൽ മതി എന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ചിലപ്പോൾ അത്രയും ടൈം എടുക്കില്ലായിരിക്കും. ഈ മാർക്കോ വരുന്നുണ്ടോ? അപ്പൊ ഞാൻ കഷ്ടപ്പെട്ട് B2 വരെ പഠിച്ചു, +2 കഴിഞ്ഞു. ഓക്കെ, എത്ര പോസിബിലിറ്റി ഉണ്ട് എനിക്ക് കയറി വരാൻ? ലക്കും ഉണ്ടെന്ന് പറഞ്ഞു, പക്ഷെ ഞാൻ പറഞ്ഞ വേറെ എന്തെങ്കിലും റിക്വയർമെന്റ് ഉണ്ടോ? ലൈക്ക് റിക്വയർമെന്റ് എനിക്ക് ഈ ഹൗസ് ബിൽഡിംഗ് നഴ്സിംഗ് ആണെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു 10-26 വയസ്സ് വരെയൊക്കെ എനിക്ക് കുഴപ്പമില്ലെന്ന് എനിക്ക് തോന്നുന്നു ഈ നഴ്സിംഗിന് കയറാനായിട്ട്. അതേപോലെ ഏജ് ഭയങ്കര കൂടുതലാണെന്നുണ്ടെങ്കിൽ വേറെ സംഭവങ്ങളുണ്ട്, ഈ BFD, FSJ അതേപോലത്തെ സംഭവങ്ങളിൽ കയറിയിട്ട് നഴ്സിംഗ് ചെയ്യുന്നവരുണ്ട്. കുറച്ച് ഏജ് കൂടുതലാകുമ്പോൾ എനിക്ക് തോന്നുന്നു ഡയറക്റ്റ് നഴ്സിംഗിലേക്ക് എടുക്കില്ലാന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ എന്റെ ക്ലാസ്സിൽ ജർമ്മൻസ് ആയിട്ട് ഒരു 25-30 ഇയർ ഒക്കെ ഉള്ളവരൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ പോസിബിൾ അല്ലാന്നല്ല. അപ്പം ഇന്ത്യൻസ് ഇല്ല എന്റെ ക്ലാസ്സിൽ. എന്റെ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള 20-21 ഏജിലുള്ളവരുള്ളൂ. ഏജ് ഒരു പ്രശ്നമാണ് അല്ലേ? ഏജ് നമ്മൾ നോക്കണം. നഴ്സിംഗ് ഇറങ്ങി ബെസ്റ്റ് ടൈം. എനിക്ക് അറിയാവുന്നവരില് ഏജ് കൂടിയവര് എടുത്തേക്കുന്നത് FSJ അതേപോലെ BFD അങ്ങനെയുള്ള കോഴ്സസ് എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ നഴ്സിംഗിലേക്ക് കയറുന്നതാണ് എനിക്ക് പരിചയമുള്ളവരില്ല. ഡയറക്റ്റ് പോസിബിൾ ആണോ എനിക്ക് അറിയത്തില്ല. ഇതെന്താണ് ഈ സംഭവം? ഈ രണ്ടെണ്ണം പറഞ്ഞില്ലേ, ഇതെന്താണ് ആക്ച്വലി ഈ FSJ BFD എന്ന് പറയുന്നത്? ഇതേപോലെ നമുക്ക് നഴ്സിംഗിന് കയറുന്നതിന് മുന്നേ തന്നെ ഒരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് പോലെ തന്നെ പ്രാക്ടിക്കൽ ആയിരിക്കും ചെയ്യുക. ഇപ്പൊ ഒരു 6 months 1 year നമ്മൾ പ്രാക്ടിക്കൽ ചെയ്യുക. നമ്മൾ സാധാരണ നഴ്സിംഗ് ചെയ്യുന്ന പോലെ തന്നെ അത് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ നഴ്സിംഗിലേക്ക് ഈ 3 year കോഴ്സിലേക്ക് കയറാം. അപ്പൊ അതിനനുസരിച്ച് കുറച്ച് ടൈം ലാഗ് ഉണ്ടാവും. അപ്പൊ അവർക്കൊരു എക്സ്പീരിയൻസും കിട്ടും, ലാംഗ്വേജും കുറച്ചുകൂടി ഇമ്പ്രൂവ് ആവും. അങ്ങനെ കേറുന്നവരല്ലേ? പിന്നെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. അപ്പൊ നമ്മള് ഈ സ്വന്തമായിട്ട് ഇപ്പൊ നമ്മുടെ ചാനൽ പറഞ്ഞു കഴിഞ്ഞാൽ വി പ്രൊമോട്ട് ലൈക്ക് സ്വന്തമായിട്ട്. ഇപ്പൊ ഞാൻ എഞ്ചിനീയറിംഗ് ആൾക്കാരുടെ അടുത്തൊക്കെ ഞാൻ സ്വന്തമായിട്ട് അപ്ലൈ ചെയ്തിട്ട് വരാനതേ ഉള്ളൂ എന്ന് പറയും. എനിക്ക് നഴ്സിംഗിന്റെ കഥ എന്താ അറിയില്ല. സ്വന്തമായിട്ട് ഒരാള് ഏജൻസി ഒന്നും ഇല്ലാതെ വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണോ? അല്ല ഇപ്പൊ തോന്നുന്നുണ്ടോ അത് പോസിബിൾ ആണ്? ലൈക്ക് ഏജൻസി ഇല്ലാതെ വരാൻ പറ്റുമോ? ഏജൻസി ഇല്ലാതെ വരാനൊക്കെ പറ്റും. പക്ഷെ എനിക്കത് സ്വന്തമായിട്ട് ചെയ്യാൻ കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നിയോണ്ട് ഞാൻ ഏജൻസിയിലാണ് കൊടുത്തത്. എനിക്ക് തോന്നുന്നു ഇത് ശരിക്കും അറിയാവുന്ന ആരെങ്കിലും, ഇപ്പം നമ്മുടെ റിലേറ്റീവ്സ് ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇതിനെ കുറിച്ച് നല്ലോണം അറിഞ്ഞു ചെയ്യുവാണെങ്കിൽ കുഴപ്പമില്ലെന്ന് എനിക്ക് തോന്നുന്നു. അത്ര വലിയ പാടൊന്നും അല്ലാന്ന് എനിക്ക് തോന്നുന്നു. ഇതേപോലെ housebildung.de സൈറ്റ് എന്തുകൊണ്ട്, അപ്പം അതിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് നോക്കിയിട്ടുള്ളതാണ്. പക്ഷെ ഞാൻ അതിന് ശ്രമിച്ചിട്ടില്ല. എനിക്ക് തന്നെ അത് ചെയ്ത് എവിടം വരെ എത്തുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ ഏജൻസിയിലാണ് കൊടുത്തത്. പക്ഷെ അങ്ങനെ തന്നെ ചെയ്യാം. നമുക്ക് അതിന്റെ പ്രോസസ്സിങ്ങും പ്രൊസീജിയറും എന്തൊക്കെ വേണം അത് കൃത്യമായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ ചെയ്യാൻ പറ്റുന്നതിൽ കുഴപ്പമൊന്നും എന്ന് എനിക്ക് തോന്നുന്നത്. ആണ് വെബ്സൈറ്റ് അല്ലേ? ഞാൻ ആ സൈറ്റിലാണ് തോന്നുന്നു ഞാൻ കയറിയത്. അതിൽ ഞാൻ ഇങ്ങനെ കുറെ ഹോസ്പിറ്റൽസും അതിന്റെ ഇൻടേക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, എത്ര സീറ്റ്സ് അവൈലബിൾ ആണ് അതൊക്കെ ഉണ്ട്.
സോ ഇഫ് ഐ എം നോട്ട് റോങ്, ഇപ്പൊ ഈ കോഴ്സ് എങ്ങനെയാ വെച്ചാൽ 3 കൊല്ലം ഒരു ഹോസ്പിറ്റലിലാണ് നമ്മൾ വർക്ക് ചെയ്യുക, പഠിക്കുകയും ചെയ്യും കൂടെ, ആൻഡ് സ്റ്റൈപ്പൻഡും കിട്ടും. അത് കഴിഞ്ഞിട്ട് അവിടെ തന്നെ ജോലി കിട്ടും, അങ്ങനെയാണോ? ജോലിയുടെ കാര്യം എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. ഇപ്പം നമ്മുടെ ഇപ്പൊ ഇവിടെ നഴ്സിംഗ് ഷോർട്ടേജ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ജോബ് കിട്ടുന്നുള്ള കാര്യത്തിൽ കുഴപ്പമില്ല. പിന്നെ തിയറിയും പ്രാക്ടിക്കലും വരുവാണ്. അപ്പൊ നമ്മള് തിയറിയും ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ പ്രാക്ടിക്കലും ചെയ്യുന്നുണ്ട്. ഇപ്പം ഒരു 1 month അല്ലെങ്കിൽ 2 month തിയറി ആണെങ്കിൽ പിന്നെ അതിനനുസരിച്ച് പ്രാക്ടിക്കല് അതേപോലെ ആയിരിക്കും. പക്ഷെ ജോലി ഇല്ലാതുള്ള കുഴപ്പമൊന്നും വരില്ല, സ്കോപ്പ് എന്തായാലും ഉണ്ടല്ലേ, അത്രയും റിക്വയർമെന്റ്. ജോബിന്റെ ഷോർട്ടേജ് ഒന്നും വരത്തില്ല. പിന്നെ 3 year കഴിഞ്ഞ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഒരു പ്രൊബേഷൻ പീരീഡ് കഴിഞ്ഞിട്ട് ഒരു എക്സാം ഉണ്ട് 6 months കഴിയുമ്പോഴേക്കും. അത് പാസ്സാവണം. ഓക്കെ. ഇപ്പൊ അവിടുന്ന് പഠിച്ചു ഇവിടെ വന്നു, നമ്മളിപ്പോ നാട്ടില് B1 B2 ഒക്കെ പഠിച്ചു, B2 കഴിഞ്ഞു. ഇവിടെ വന്നിട്ട് ഇപ്പൊ ഏത് ഏരിയ ആണെന്ന് പറഞ്ഞല്ലോ, എവിടെയാണ് ഇപ്പൊ ചെയ്യുന്നത് ആക്ച്വലി? നഴ്സിംഗ് ആണോ? ഞാൻ ഇവിടെയാണോ? അതെ. ഞാൻ ഇവിടെ UKSH എന്ന് പറഞ്ഞിട്ട് ലൂബക്കിലാണ്, യൂണിവേഴ്സിറ്റി. ഓക്കെ. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? ലൈക്ക് ആ B2 പഠിച്ചൊക്കെ ഇവിടെ യൂസ് ചെയ്യാൻ പറ്റുന്നോ, അല്ലെ ഇവിടെ വന്നിട്ട് ഭയങ്കര സ്ലാങ് ഒക്കെ വ്യത്യാസം ഉണ്ടായിരുന്നോ? ജർമ്മൻ മനസ്സിലാവുന്നുണ്ടോ? ജർമ്മൻ എനിക്ക് കുഴപ്പമില്ല, മനസ്സിലാവുന്നുണ്ട്. എനിക്ക് ഓക്കെ ആയിരുന്നു. ഞങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ഇവിടുത്തെ ഏജന്റ് ഞങ്ങൾക്കൊരു ജർമ്മൻ കോഴ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഇപ്പം തിയറി ക്ലാസ്സിൽ കയറുന്നതിന് മുന്നേ തന്നെ ഞങ്ങൾക്ക് ഈ ടേംസും കാര്യങ്ങളും എല്ലാം ആയിട്ട് ഞങ്ങൾക്ക് ഒരു ടീച്ചറിനെ വെച്ച് ഞങ്ങൾക്ക് കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു തന്നായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞ് ക്ലാസ്സിലേക്ക് കയറി കഴിഞ്ഞപ്പം കുറച്ചുകൂടി നല്ല ഈസി ആയിരുന്നു. പിന്നെ അവര് സംസാരിക്കുന്നതായാലും നമുക്ക് നന്നായിട്ട് മനസ്സിലാവുന്നു. എനിക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല ക്ലാസ്സസ്. പിന്നെ ഇപ്പം മെഡിക്കൽ ടേംസ് ഒന്നും നമുക്ക് ചിലപ്പോൾ അറിയണ്ടാവില്ല. ഞങ്ങളുടെ ഇപ്പം ക്ലാസ്സിൽ തന്നെ കുറച്ച് പ്രാക്ടിക്കല് ഇപ്പം 1 year അല്ലെങ്കിൽ പ്രാക്ടിക്കൽ അതൊക്കെ ചെയ്തിട്ട് വന്നേക്കുന്നവരാണ് കൂടുതലും ഉള്ളത്. ഇപ്പൊ 16-17 വയസ്സൊക്കെ ഉള്ളെങ്കിലും അവരൊക്കെ 1 year ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിട്ടാണ് വന്നേക്കുന്നത്. അപ്പൊ നമുക്ക് അവരുടെ അത്രയും ഒരു അറിവുണ്ടാവില്ല. അപ്പം മനസ്സിലാവാണ്ട് വരുന്ന സമയം നമ്മുടെ ഒരു ലേണിംഗ് സിസ്റ്റം ഇന്ത്യനെ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര ഡിഫറെന്റ് ആണ്. അപ്പം ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവര് നല്ലതായിട്ട് നമുക്ക് പറഞ്ഞുതരും, എടുത്തെടുത്ത് പറഞ്ഞുതരും. പക്ഷെ നമുക്ക് കോൺഫിഡൻസ് ചോദിക്കണം, ഇല്ലെങ്കിൽ മനസ്സിലാവണമെന്നില്ല. പക്ഷെ കുഴപ്പമില്ല, നമുക്ക് അവര് പറയുന്നൊക്കെ നമുക്ക് മനസ്സിലാവും. ഈ എടുക്കുന്ന പോർഷൻസിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മള് അതൊന്ന് ചോദിച്ചു പോണം. അല്ലാണ്ട് ഭയങ്കര B2 ക്രാക്ക് ചെയ്തിട്ട് വന്നത് കൊണ്ട് അത് ഭയങ്കര യൂസ്ഫുൾ ആണ്. കാരണം നമ്മളിപ്പം സ്പീക്കിംഗ് ആണെങ്കിലും ലിസണിങ് ആണെങ്കിലും നമ്മൾ അത്ര പ്രാക്ടീസ് ചെയ്തുകൊണ്ട് അതിന്റെ ഒരു യൂസ് ഇവിടെ ഉണ്ട്. അപ്പം ഇവര് B2 പാസ്സായിട്ട് വരണം എന്ന് പറയുന്നത് ശരിക്കും ഒരു കാര്യം തന്നെയാണ്. അല്ല, ഞാൻ പറയുന്നത് ഇപ്പൊ B2 എന്നൊക്കെ പറഞ്ഞാൽ അത് കോൺവെർസേഷനിലാണ്, നിങ്ങൾക്ക് എക്സ്ട്രാ ആയിട്ടൊന്നുമില്ലല്ലോ. ഇപ്പൊ മെഡിക്കൽ ടേംസ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ഡിഫറെന്റ്. അതൊന്നുമില്ല. അപ്പം ഞങ്ങൾക്കിപ്പം ഇവിടെ വന്നിട്ട് ആ ക്ലാസ് പ്രൊവൈഡ് ചെയ്തത് എനിക്ക് തോന്നുന്നു ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു അത്. അപ്പം അങ്ങനെയും കൂടെ ഇപ്പൊ നമ്മൾ കിട്ടുന്ന ടൈം അനുസരിച്ച് അതും കൂടെ നഴ്സിംഗ് ആണോ ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ നോക്കി വെക്കുന്നത് ഭയങ്കര നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോ ഇപ്പൊ വന്നിട്ട് ഇപ്പൊ എത്രയായി ആക്ച്വലി ഇവിടെ, ലൈക് ജർമ്മനിയിൽ വന്നിട്ട്? ഞാനിവിടെ ഏപ്രിൽ ഫസ്റ്റ് വീക്കില്. ഏപ്രിലാണോ വന്നത്? ഏപ്രിൽ ഫസ്റ്റ് വീക്ക് ആയപ്പോഴാണ് വന്നത്. ഓക്കെ. അപ്പോ ഏപ്രിൽ എന്ന് പറയുമ്പോ ഓൾമോസ്റ്റ് ഒരു സെം കഴിഞ്ഞിട്ടുണ്ടാവുമല്ലോ അല്ലെ? ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ വന്നു കഴിഞ്ഞിട്ട് ഞങ്ങൾക്കൊരു പ്രിപ്പറേഷൻ ക്ലാസ് ആയിരുന്നു തന്നെ. അത് ഞങ്ങളുടെ ഫസ്റ്റ് തിയറി തുടങ്ങുന്നത് ഓഗസ്റ്റിലാണ്. തിയറി ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓഗസ്റ്റിൽ ക്ലാസ്സസ് തുടങ്ങി. അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ഇനിയിപ്പം പ്രാക്ടിക്കൽ ഇനിയിപ്പോ നെക്സ്റ്റ് മന്ത് വരാൻ പോവാണ്. അപ്പോ എങ്ങനെയുണ്ട് ക്ലാസ്? ഒന്നും കുഴപ്പമില്ലെന്നാ പറയുന്നത്, ലൈക്ക് സ്കേറി ഒന്നും അല്ല ഇപ്പൊ തിയറി ക്ലാസ്സസ് മാനേജ് ചെയ്യാൻ പറ്റും? ക്ലാസ് ഇല്ല, കുഴപ്പമില്ല. ഞങ്ങൾക്ക് ഒരു എക്സാം, ഇപ്പം ഞങ്ങൾക്ക് എല്ലാ തിയറി ബ്ലോക്ക് കഴിയുമ്പോഴും ഒരേ എക്സാം ഉണ്ട്. അപ്പൊ എക്സാം കഴിയുമ്പം കുറച്ച് ടെൻഷൻ ആയിരിക്കും, എങ്ങനെയാണ് ഇവിടുത്തെ സിസ്റ്റം കാര്യങ്ങളൊന്നും അറിയാൻ പാടില്ല. അപ്പം നമുക്ക് ഇന്ന് സൈറ്റിലാണ് അവർ മൊഡ്യൂള് കാര്യങ്ങളൊക്കെ ഇട്ടുതരാം. അപ്പം ഞങ്ങൾക്കിപ്പം ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾക്ക് ഒരു ക്ലാസ് കോഴ്സ് തന്നിരുന്നു എന്ന്. അപ്പൊ അത് തന്ന സമയത്ത് ഞങ്ങളെ പഠിപ്പിച്ചതൊക്കെ ഞങ്ങൾക്കൊരു ഒരു ഫോർമർ നേഴ്സാണ്, അതേപോലെ തന്നെ ജർമ്മൻ ടീച്ച് ചെയ്യുന്ന ഒരു ടീച്ചറും കൂടിയാണ്. അപ്പൊ ഞങ്ങൾക്ക് ഈ കാര്യങ്ങളും പഠിപ്പിക്കുന്നത് വെച്ചിട്ടാ പഠിപ്പിച്ചത്. അപ്പൊ അതുകൊണ്ട് കുറച്ചുകൂടെ കുഴപ്പമില്ലായിരുന്നു. എക്സാം ആയാലും നമ്മള് വിചാരിച്ച പോലെ അത്ര പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. ഏകദേശം പഠിച്ചത് എന്തെങ്കിലുമൊക്കെ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റി. അവരുടെ അത്ര ഒന്നും അല്ല, എന്നാലും കുഴപ്പമില്ലായിരുന്നു. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ അവിടുന്ന് വന്നു,
നിങ്ങക്ക് IELTS വേണോ? ലൈക്ക് ഇപ്പൊ വിസയ്ക്ക് വേണമെന്ന് പറഞ്ഞു, നിങ്ങക്ക് നഴ്സിംഗ് എങ്ങനെയാണ്? IELTS നിർബന്ധമാണോ? ഇല്ലേ, IELTS ഒന്നും വേണ്ട. എനിക്ക് ജർമ്മൻ B2 ആണ് റിക്വയർമെന്റ്. പിന്നെ അത് പല ലെവൽ വെച്ചിട്ട് എടുക്കുന്നവരുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പൊ B1 2 മൊഡ്യൂളോ B2 2 മൊഡ്യൂളോ അങ്ങനെ എടുക്കുന്നവരുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോ ഞാൻ ഓഡിയൻസിന്റെ അടുത്ത് പറയുന്നത് അതാണ്, നിങ്ങൾ +2 കഴിഞ്ഞിട്ട് ഇരിക്കുകയാണെന്ന് വെച്ചാൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ്. നഴ്സിംഗ് പോകണമെന്ന് പറഞ്ഞാൽ ജർമ്മനിയിൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ബേസിക്കലി എന്താ പറയാ, B2 കഴിഞ്ഞ് സർട്ടിഫൈഡ് ആയിട്ട് വരിക, അതായിരിക്കും നല്ലത്. അതിന് കുറെ കാരണമുണ്ട്. കാരണം ഇപ്പൊ നമ്മൾ ഇവിടെ വന്നിട്ട് B2 ചെയ്യാ പറഞ്ഞാൽ അതിന് എക്സ്ട്രാ ലൈക്ക് സ്പോൺസർ ഒന്നും ചെയ്യില്ല, നമ്മൾ തന്നെ കാശ് മുടക്കിയിട്ട് എഴുതണ്ടേ B2 ഒക്കെ. എങ്ങനെയാണത്? അതെ അതെ. അതിപ്പം ഞങ്ങളുടെ ഇവിടെ അടുത്ത ബാച്ച് വന്നിരിക്കുന്നവരില് ഞാനിങ്ങനെ കേട്ടു, അവർ ലാംഗ്വേജ് പഠിച്ചത് ഏജൻസി ഫീ ഒന്നും ഇല്ലാതെയാണ് വന്നതെന്ന്, ഇവിടെ വരെ എത്തിയെന്ന്. അപ്പം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഒരു ബെറ്റർ ഓപ്ഷൻ ആണ്. അപ്പൊ അതൊക്കെ ശരിക്കും അന്വേഷിച്ചിട്ട് ഇതിലെ കാര്യങ്ങളൊക്കെ നോക്കുക. ശരിക്കും ഇതിനെപ്പറ്റി ഒരു പഠിച്ചിട്ട് വേണം ശരിക്കും ഇറങ്ങാനായിട്ട് പഠിച്ചിട്ട് വേണം ഇറങ്ങാനായിട്ട്. അതേപോലെ അതാണ്. സോ ചുമ്മാ നഴ്സിംഗ് ആണ്, അങ്ങനെ ജോലി കിട്ടാൻ മറ്റു വരികയല്ല. പ്രോപ്പർ ജർമ്മനിയിലാണ് വർക്ക് ചെയ്യാൻ പോകുന്നത്. സോ ജർമ്മൻ ഓബിയസ്ലി നമ്മള് ചുമ്മാ ഏജൻസിയിലൊക്കെ പറയായിരിക്കും ചിലപ്പോൾ, അതൊക്കെ അവിടെ പോയി പഠിച്ചോളൂ എന്നൊക്കെ. പക്ഷെ അതെല്ലാം ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് ഒരു ഐഡിയ വേണം. B2 സർട്ടിഫൈഡ് ആയിട്ട് വരിക, അപ്പൊ പിന്നെ ഇവിടെ ഒരു പേടിയില്ല. ആൻഡ് ദെൻ എക്സ്പീരിയൻസ് പറയൂ, എങ്ങനെയുണ്ട് അവിടെ? ലൈക്ക് നിങ്ങൾക്ക് എങ്ങനെയാണ് ക്ലാസ് ഒരാഴ്ചയിൽ? ലൈക്ക് എഞ്ചിനീയറിംഗ് ഇസ് ടോട്ടലി ഡിഫറെന്റ്, അതാണ് ചോദിച്ചത്. നിങ്ങൾക്ക് ഇപ്പൊ പാർട്ട് ടൈം ആണോ? പാർട്ട് ടൈം ചെയ്യാൻ പറ്റുമോ? എന്താണ് പരിപാടി ആക്ച്വലി? പാർട്ട് ടൈം നമുക്ക് ചെയ്യാൻ പറ്റും. എനിക്ക് എന്റെ ഇവിടെ വന്നിരിക്കുന്ന കുറച്ച് പേര് ചെയ്യുന്നുണ്ട്. ഞാൻ കറന്റ്ലി ചെയ്യുന്നില്ല, അതിനൊന്നുള്ള സമയമില്ല. അതാണ് ഞാൻ ചോദിച്ചത്. അപ്പൊ എങ്ങനെയാണത്? ഭയങ്കര ഓക്യുപൈഡ് ആണോ? എല്ലാ ദിവസവും ക്ലാസ് ഉണ്ടാവും? ഞങ്ങൾ സാറ്റർഡേ സൺഡേ ഇല്ല, മൺഡേ ടു ഫ്രൈഡേ ഞങ്ങൾക്ക് ഒരു മോർണിംഗ് 8 മണി മുതൽ 3:30 വരെയാണ് ക്ലാസ് വരുന്നത്. നമ്മുടെ നാട്ടിൽ ഒരു ടൈമിംഗ് ആണ് ക്ലാസ് വരുന്നത്. പിന്നെ എന്താണ് ഇവിടെ വന്നു കഴിഞ്ഞ് പിന്നെ കുക്കിംഗ് കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ ടൈമൊന്നും കിട്ടലുണ്ടാവില്ല. ഞങ്ങൾക്ക് ഇവിടുത്തെ സ്റ്റുഡന്റ് ഹോം ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പം 6 മന്ത്സിലേക്കുള്ളൂ. നമ്മൾ അത് കഴിഞ്ഞിട്ട് ചേഞ്ച് ചെയ്യണം. ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം നോക്കി പിന്നെ നമുക്ക് ടൈമൊന്നും ഉണ്ടാവില്ല ഈ പാർട്ട് ടൈം ചെയ്യാനായിട്ട്. പാർട്ട് ടൈം ചെയ്യുന്നവരുണ്ട്. ബേസിക്കലി ഇതിന് ഫീസ് ഒന്നും നമ്മൾ ആ സൈഡ് കൊടുക്കുന്നില്ലല്ലോ, ഫ്രീ അല്ലേ ഇത്? ഇല്ല, നമുക്ക് പ്രാക്ടിക്കൽ ചെയ്യുന്നതിന്റെ ആയിട്ട് നമുക്ക് സ്റ്റൈഫൻഡ് ഇങ്ങോട്ട് കിട്ടും പെർ മന്ത്. അതിപ്പം തിയറി ചെയ്യുന്ന സമയത്താണെങ്കിലും പ്രാക്ടിക്കൽ ചെയ്യുന്ന സമയത്താണെങ്കിലും നമ്മുടെ ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നവരെ നമുക്ക് സ്റ്റൈഫൻഡ് ഇങ്ങോട്ട് കിട്ടും. ഫസ്റ്റ് ഇയർ ഇത്ര, അതേപോലെ സെക്കൻഡ് ഇയർ ഒരു ഇച്ചിരി കുറച്ചുകൂടി കൂടുതലായിരിക്കും, തേർഡ് ഇയർ ഒരു ഇച്ചിരി കൂടെ കൂടുതൽ. അതേപോലെ കിട്ടാൻ തുടങ്ങിയോ? ഇല്ലല്ലോ. കിട്ടാൻ തുടങ്ങി. അത് ഞാൻ വന്ന സമയത്ത് തന്നെ ഞങ്ങൾക്ക് സ്റ്റൈഫൻഡ് കിട്ടുമായിരുന്നു പെർ മന്ത്. ഓക്കെ, അപ്പോ അത് വെച്ചിട്ട് ഇസ് ഇറ്റ് മാനേജബിൾ ടു ലൈക്ക് നിങ്ങളുടെ ഹെൽത്ത് ഇൻഷുറൻസ് ആൻഡ് ഗ്രോസറി ആൻഡ് സംഭവങ്ങളൊക്കെ അത് വെച്ചിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടോ ആ സ്റ്റൈഫൻഡ് വെച്ചിട്ട്? അതെ അതെ, എനിക്ക് സേവ് ചെയ്യാനും പറ്റുന്നുണ്ട്. എനിക്ക് കുഴപ്പമില്ല. നമുക്കിപ്പം സ്റ്റൈഫൻഡ് കിട്ടുന്നതിൽ തന്നെ ഞങ്ങളുടെ എന്താണ് ഫസ്റ്റ് ഇൻഷുറൻസ് എല്ലാം പിടിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ പിടിച്ചിട്ടാണ് ഞങ്ങൾക്ക് സ്റ്റൈഫൻഡ് കയ്യിൽ കിട്ടുന്നത് അക്കൗണ്ടിൽ. അപ്പം അത് കിട്ടി കഴിഞ്ഞിട്ട് ബാക്കി ഇപ്പം ഫുഡ്, ഗ്രോസറി, റെന്റ് ഇതെല്ലാം ചെലവായാലും സേവ് ചെയ്യാൻ അത്യാവശ്യം പറ്റും, കുഴപ്പമില്ല. അപ്പൊ ഈ ലോൺ ഒക്കെ എടുത്തിട്ട് വരാന്ന് വെച്ചാൽ ലൈക്ക് ലോൺ ഇൻ ദ സെൻസ് ലോൺ ആവശ്യമില്ലല്ലോ, നിങ്ങൾക്ക് ഫീസ് ഇല്ലല്ലോ അല്ലെ? ബട്ട് ബേസിക്കലി നിങ്ങൾ ആകെ മുടക്കിയത് ആ ഏജൻസിയുടെ കാശാണല്ലേ? സോ അതൊക്കെ തിരിച്ചടയ്ക്കാൻ പറ്റുന്നല്ലേ പറയുന്നത്? എക്സാം എഴുതാനായിട്ട് എക്സ്പെൻസ് ആവും. അപ്പം അതിന്റെയും പിന്നെ ലാംഗ്വേജ് പഠിക്കുന്നത് അതിന്റെയും, അപ്പം ഇതിന്റെയൊക്കെ ഒരു എക്സ്പെൻസ്. പക്ഷെ ആ എക്സ്പെൻസ് എടുത്ത് വന്നാലും അത് ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ അതൊരു ബുദ്ധിമുട്ടാണെന്ന് ഞാൻ പറയില്ല. നമുക്കിപ്പം ഇതേപോലെ എടുത്ത് കഴിഞ്ഞിട്ട് ഇപ്പൊ ലോണൊക്കെ എടുത്ത് അങ്ങനെയൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ തിരിച്ചടയ്ക്കാൻ പറ്റുന്നേ ഉള്ളൂ. അതെടുത്ത് ഇങ്ങോട്ട് എത്തി കഴിഞ്ഞാൽ അത് ഒരു ഡിഫിക്കൽട്ട് ആണെന്ന് പറയത്തില്ല. എല്ലാവരുടെയും മൈൻഡിൽ അതാണ്, നിറയെ സേവ് ചെയ്തിട്ട് നാട്ടിൽ അയക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കും. അങ്ങനെയല്ല, ബട്ട് കുറച്ച് സേവ് ചെയ്യാൻ പറ്റും നാട്ടിൽ. ഇപ്പൊ എല്ലാവരുടെയും മൈൻഡിലുള്ള അതാണ്, നാട്ടിൽ എനിക്ക് എത്ര രൂപ അയക്കാൻ പറ്റും ഞാൻ നഴ്സിംഗ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോ എന്നുള്ളതാണ് ഒരു ക്വസ്റ്റ്യൻ. അപ്പോ നാട്ടിലേക്കൊക്കെ നമുക്ക് അയക്കാൻ പറ്റും. നമുക്കിപ്പം നമ്മളെന്തായാലും കുറച്ച് കയ്യില് വെക്കണമല്ലോ. നമുക്ക് ഇവിടെ എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാല് അപ്പം ഒരു 2 മാസമോ അല്ലെങ്കിൽ 3 മാസം കൂടിയിട്ട് അത്യാവശ്യം നല്ല എമൗണ്ട് നമുക്ക് അയക്കാൻ പറ്റും. നൈസ്. പിന്നെ നിങ്ങളുടെ എല്ലാ സെം കഴിഞ്ഞാലും നിങ്ങളുടെ എങ്ങനെയാണ് ഈ സെം സിസ്റ്റം ഒക്കെ എങ്ങനെയാണ്? ലൈക്ക് ഞങ്ങക്ക് സെം ആയിട്ടല്ല, ഞങ്ങൾക്കിപ്പം 2 മാസം തിയറി, അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോ ഞങ്ങൾക്ക് വരുന്നത് ഒക്ടോബർ മുതൽ ജാനുവരി വരെ പ്രാക്ടിക്കലാണ്.
അപ്പം ഓരോ ഇയർ അനുസരിച്ച് പ്രാക്ടിക്കലിന്റെ ടൈം കൂടി വരും. തിയറി എനിക്ക് തോന്നുന്നു 2100 hours ആണ് തിയറി ടോട്ടലി 3 years തിയറി മാത്രം. പിന്നെ 2500 hours പ്രാക്ടിക്കൽ. അപ്പൊ അത്രയും ടൈം നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. എനിക്ക് തോന്നുന്നു അതിൽ കൂടുതൽ നമ്മൾ ചെയ്യുന്നുണ്ട്, പക്ഷെ അത്രയും നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളത് മസ്റ്റാണ്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ലീവ് 3 year 10% ലീവ്സേ നമ്മൾ എടുക്കാൻ പാടുള്ളൂ. അത്രയും അതിൽ കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ നമ്മള് ഫൈനൽ എക്സാം നമ്മൾക്ക് എഴുതാൻ പറ്റില്ല, അങ്ങനെയൊക്കെയുണ്ട്. ഇത് ലീവ് ഈ കോളേജ് ആയിട്ട് തരുന്ന വെക്കേഷൻ ഉണ്ടല്ലോ, നിങ്ങളുടെ വെക്കേഷൻ സിസ്റ്റം ഒക്കെ എങ്ങനെയാണ്? ഞങ്ങൾക്ക് 30 days ആണ് നമുക്ക് ഇയർലി കിട്ടുന്ന വെക്കേഷൻ. അപ്പൊ ഞങ്ങൾക്കിപ്പം ഓരോ ഇയർലി നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കണം ഇത്ര ദിവസം. ഞങ്ങൾക്ക് വരുന്നത് ഡിസംബറിലാണ്, ഈ ഡിസംബറിൽ കിട്ടും. അതേപോലെ അടുത്ത ഡിസംബറിൽ നമ്മൾ മുന്നേ തന്നെ വെക്കേഷൻ ഒക്കെ മാർക്ക് ചെയ്ത് കൊടുക്കണം. 30 days പെർ ഇയറിന് കിട്ടുന്നത്. അല്ല, അത് മാർക്ക് ചെയ്ത് കൊടുക്കണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ അത് ലാബ്സ് ആയി പോവോ, അല്ല അടുത്ത കൊല്ലം അത് യൂസ് ചെയ്യാൻ പറ്റുമോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അല്ല ഒരു കൊല്ലം ലീവ് എടുത്തില്ലെങ്കിൽ അത് പോവോ? പറ്റില്ല. ആ അവര് തന്നിരിക്കുന്നത് ഇപ്പൊ ഞങ്ങൾക്ക് ഇപ്പം ഡിസംബർ ആണെങ്കിൽ നമുക്ക് പ്രാക്ടിക്കലിന്റെ സമയത്തായിരിക്കും ആ ലീവ് വരാം. അപ്പോ പ്രാക്ടിക്കലില് നമുക്ക് കുറച്ച് ദിവസം അവർ തരും. അപ്പൊ ആ ദിവസങ്ങളിൽ വേണം നമ്മൾ എടുക്കാനായിട്ട്. ബാക്കിയുള്ള ദിവസം നമ്മൾ എടുക്കാത്ത ദിവസം പ്രാക്ടിക്കൽ ആയിട്ട് കിട്ടും. എടുത്തിരിക്കുന്ന ദിവസം നമുക്ക് ആ ലീവ് കിട്ടും. അപ്പൊ നമ്മൾ അടുപ്പിച്ചെടുക്കാണ്, കുറച്ച് ദിവസം അവർ ഓൾറെഡി ഇട്ടിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ അടുപ്പിച്ചൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സമയത്ത് നാട്ടിൽ പോവാം, അങ്ങനെ പോയിട്ട് വരാം. നാട്ടിൽ പോയിട്ട് വരാം, ഒരു മാസം ഒരു 20 ദിവസമൊക്കെ ലീവ് എടുത്തിട്ട് നാട്ടിൽ വന്നിട്ട് ഞങ്ങൾക്ക് ഇപ്പം ഈ ഒരു ഇയറില് ഒരു 2-3 weeks എന്തോ ആണ് നവംബർ ലാസ്റ്റും ഡിസംബറും കൂടെ കൂട്ടി കിട്ടിയേക്കുന്നത്. അപ്പം ആ ഒരു ടൈമിൽ നമുക്ക് വേണമെങ്കിൽ പോയിട്ട് വരാം. ഇപ്പൊ അടുത്ത ഡിസംബർ ആണെങ്കിൽ എനിക്ക് ഒരു 1 month ഇതേപോലെ അടുപ്പിച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ആ ഒരു സമയത്തൊക്കെ പോയിട്ട് വരാം, ഒരു കുഴപ്പമില്ല എന്നാ പറയാം. സോ ഓവറോൾ ഇവിടെ ഈ വന്നിട്ട് കുറച്ചേ ആയിട്ടുള്ളൂ അറിയാം, എന്നാലും സാറ്റിസ്ഫൈഡ് ആണ് ഈ ഒരു സംഭവം. ഇറങ്ങി പുറപ്പെട്ടതിന് ബർത്തായി തോന്നുന്നുണ്ട്. ആ എഫേർട്ട് എടുത്ത് ഇവിടെ എത്തിയതിൽ ഞാൻ ഹാപ്പിയാണ്. ഇനി അങ്ങോട്ട് എന്താവും അറിയില്ല, എന്നാലും കുഴപ്പമില്ല. അതിന്റെ പാർട്ട് 2 വരുന്നുണ്ടാവും 3 വർഷം കഴിഞ്ഞിട്ട് ഹോപ്പ്ഫുള്ളി. അതല്ല, ബട്ട് ഐ തിങ്ക് ഇത്രയും ലൈക്ക് +2 കഴിഞ്ഞിട്ട് ഇങ്ങനെ വരിക എന്ന് പറഞ്ഞാൽ അതൊരു എൻറ്റയർലി ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആണ്. കാരണം ഞാനൊക്കെ കോളേജ് ഫസ്റ്റ് ഇയർ ലൈക്ക് കോളേജ് ബിടെക് ഫുൾ വീട്ടിലാണ്, അങ്ങനെ ഒരു എക്സ്പോഷറേ കിട്ടിയിട്ടില്ല. ഇതന്നെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. നമ്മൾ സ്വന്തമായിട്ട് എല്ലാം, അതും +2 കഴിഞ്ഞതും നമ്മൾ സ്വന്തമായിട്ട് എല്ലാം നിൽക്കണം, റെന്റ് അടച്ച് അങ്ങനത്തെ പരിപാടി വരുമ്പോൾ കൂടുതൽ എക്സ്പോഷർ കിട്ടുകയാണ്. ഞാനൊക്കെ മാസ്റ്റേഴ്സ് ചെയ്യുമ്പോഴല്ലേ ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് കിട്ടിയത്. അപ്പൊ എന്തിനും നല്ലൊരു സംഭവം. ഞാൻ ശരിക്കും ഒരിക്കലും ഈ ഒരു കരിയർ ഒന്നും ഞാൻ ചൂസ് ചെയ്ത ഒരാളല്ല. അപ്പൊ ഞാൻ എന്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിങ്ങനെ അറിഞ്ഞു, പെട്ടെന്ന് എടുത്തൊരു ഡിസിഷൻ ആണ്. പക്ഷെ ആ ഡിസിഷൻ നല്ലതായെന്ന് എനിക്ക് ഇപ്പൊ തോന്നുന്നു. ഇവിടെ വരെ എത്തി, നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി, ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കാൻ പറ്റി. +2 എന്താ എടുക്കണം അതൊന്നും ഇതിൽ ബന്ധമില്ലല്ലോ. ഇപ്പൊ ഞാൻ കൊമേഴ്സ് എടുത്തു, എനിക്ക് പെട്ടെന്ന് ബയോളജി ഇവിടെ ഹൗസ് ബിൽഡിംഗ് ചെയ്യാം. കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് ഒരു പ്രശ്നമൊന്നുമില്ല. പിന്നെ വേറൊരു കാര്യം ഞാൻ ചോദിക്കുന്നത് വെച്ചാൽ, നിറയെ പേര് പറഞ്ഞു ഇപ്പൊ ജർമ്മനിയിലൊക്കെ ഈ 12+1 13 years ആയിട്ടാണ് അവർ കൺസിഡർ ചെയ്യുന്നത്. അങ്ങനെ വല്ല എക്സ്ട്രാ 1 year കോഴ്സ് എന്തെങ്കിലും ചെയ്തോ? ഇല്ല, അത് ഹൗസ് ബിൽഡിങ്ങിന് അത് വേണ്ട. എനിക്ക് തോന്നുന്നു അത് ബാച്ചിലേഴ്സിനാണ് അത് അത്യാവശ്യം എന്ന് എനിക്ക് തോന്നുന്നു. സ്റ്റുഡിയൻ കോളേജ് എന്ന് പറയും 13 year കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിട്ട്. നഴ്സിംഗിന് അത് വേണ്ട. നഴ്സിംഗിന് നമ്മുടെ 12th സർട്ടിഫിക്കറ്റ് മതി. 10th വെച്ചിട്ട് പോസിബിൾ ആണോ എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ഞാൻ +2 കഴിഞ്ഞിട്ടായിരുന്നു ഇതിന് വന്നത്. ലാംഗ്വേജ് ആണ് ഇമ്പോർട്ടന്റ്. ലാംഗ്വേജ് ഇപ്പൊ ഇംഗ്ലീഷ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, ജർമ്മൻ വേണം. ജർമ്മൻ മസ്റ്റ് ആണ്. ഒബ്വിയസ്ലി ജർമ്മനിലാണല്ലോ വർക്ക് ചെയ്യാൻ പോകുന്നത്, ജർമ്മനിയിലാണ്. അപ്പൊ ഒബ്വിയസ്ലി ജർമ്മൻ വേണം. എല്ലാം ജർമ്മനിലാണ്. ആരും നമ്മളടുത്ത് ഇംഗ്ലീഷ് ഒന്നും പറഞ്ഞു വരൊന്നുമില്ല. അപ്പം കംപ്ലീറ്റ് ജർമ്മനാണ്. അതിപ്പോ ഇപ്പോഴത്തെ അവസ്ഥ അതാണ്. ഞാൻ എപ്പോഴും പറയുന്നത് അതാണ്, ലൈക്ക് ജർമ്മനിയില് വരുമ്പോ ജർമ്മൻ പഠിച്ചിട്ട് വരിക. അതിപ്പോ ഇംഗ്ലീഷ് കോഴ്സ് ആണെങ്കിലും മാർക്കറ്റ് ഡൗൺ ആണ്, അത് ഡൗൺ ആണ് എന്നൊക്കെ പറയുമ്പോഴും നമുക്ക് ദ ഓൺലി സ്കിൽ ദാറ്റ് വിൽ സേവ് യു ഇസ് ജർമ്മൻ. അപ്പൊ ഇനിയിപ്പോ കുട്ടികൾ +2 ഒക്കെ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഇങ്ങനത്തെ എന്താ പറയാ സ്റ്റുഡൻസിന് അടുത്ത് എന്തെങ്കിലും പറയാനുണ്ടോ? നഴ്സിംഗ് പഠിക്കാൻ വരാൻ എന്താണ് അവർ ശ്രദ്ധിക്കേണ്ടത്? വേർത്ത് ആണോ ഈ എഫേർട്ട് എന്നുള്ളതാണ് നമ്മുടെ ഓഡിയൻസിന് അറിയുന്നത്. എഫേർട്ട് എടുത്ത് B2 അല്ലെങ്കിൽ അവര് എന്താണ് ഏത് ലെവലാണ് വേണ്ടേ അതനുസരിച്ച് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ മാത്രമല്ല പഠിക്കാൻ വേണം. പ്രൊബേഷൻ പീരീഡ് പാസ്സായി ആ ഒരു എഫേർട്ട് എടുത്ത് നിന്ന് കഴിഞ്ഞാൽ അത് ഒരു ഭയങ്കര ഒരു അച്ചീവ്മെന്റ് ആണ്. എനിക്കത് എത്താൻ പറ്റട്ടെ എന്ന് ഞാൻ വിചാരിക്കും. അപ്പൊ അത് ആ ഒരു ഗോളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ശരിക്കും ഭയങ്കര ഒരു എന്താ പറയാ ഭയങ്കര ടേണിംഗ് പോയിന്റ് ആയിരിക്കും.
ലൈക്ക് എന്താണ് ശ്രദ്ധിക്കേണ്ടത്? B2 കഴിഞ്ഞിട്ട് വരിക അല്ലെ, അതാണ് ബെറ്റർ. B2 സർട്ടിഫൈഡ് ആയിട്ട് ഇതിന് ഇപ്പം വേഗം എത്തിപ്പെടാൻ വേണ്ടിയിട്ട് 1-2 മൊഡ്യൂളൊക്കെ കയറി വരുന്നവരുണ്ട്. ഇവിടെ എത്തിക്കഴിഞ്ഞിട്ട് ആ ഒരു ലാംഗ്വേജ് എടുക്കും എന്നുള്ളൊരു കോൺഫിഡൻസ് കിട്ടും എന്നുള്ളൊരു ഉറപ്പുണ്ടെങ്കിൽ ഞാനൊന്നും പറയില്ല. അല്ലെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് എങ്ങനെയെങ്കിലൊക്കെ പോവാന്നുള്ള ഒരു ഇതാണെങ്കിൽ അത് നടക്കില്ല. ലാംഗ്വേജ് പഠിക്കണം, സർട്ടിഫിക്കറ്റ് വേണം, ആ ഒരു ലാംഗ്വേജ് ലെവൽ നമുക്ക് ഉണ്ടാവാൻ വേണം. ഇപ്പോ ഞാനൊരു അത് ഇല്ലാന്നുണ്ടെങ്കിൽ പാടായിരിക്കും. ഇപ്പൊ ഞാൻ അവിടെ വന്നു, എങ്ങനെയൊക്കെയോ ഏജൻസി പറഞ്ഞു അത് മതി B1 എങ്ങനെയൊക്കെയോ തട്ടിക്കൂട്ടി എന്തൊക്കെയോ ചെയ്തു. അവിടെ വന്നിട്ടാണ് ഞാൻ അറിയുന്നത് ഇതേപോലെ ഇത് പാസ്സാവണത്. പാസ്സായില്ലെങ്കിൽ തിരിച്ചയക്കില്ലേ? ഒന്നുമില്ലല്ലോ, ലൈക് നോ കോംപ്രമൈസസ് അല്ലേ? ലാംഗ്വേജ് ഇല്ലാണ്ട് ഈ കോഴ്സസ് പഠിക്കാൻ പറ്റില്ല. കാരണം നമ്മള് പഠിച്ചിട്ട് വരുമ്പോഴും ഇവിടെ എത്തുമ്പോഴും ഭയങ്കര ഡിഫറെന്റ് ആണ്. നമുക്കിപ്പോ അവരുടെ അടുത്ത് സ്പീക്ക് ചെയ്യുന്ന രീതിയിൽ നമ്മളിപ്പം B2 പാസ് നമ്മൾ സ്പീക്കിങ്ങിന് ഉപയോഗിക്കുന്ന സാധനമൊന്നും അല്ല നമ്മൾ ഇവിടെ വരുമ്പം ആൾക്കാരായിട്ട് സംസാരിക്കുമ്പോൾ യൂസ് ചെയ്യണം. പിന്നെ പഠിക്കുന്ന മെഡിക്കൽ ടേംസ് എക്സാം ബേസിസിൽ വെച്ച് നോക്കുമ്പോൾ ഇതൊന്നും രണ്ടും തമ്മിലൊരു ബന്ധമില്ലാത്ത കാര്യമാണ്. പക്ഷെ അപ്പൊ അതുകൊണ്ട് നമ്മൾ അതിനനുസരിച്ച് ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്തിട്ടാണ് വരുന്നതെങ്കിൽ അതിന്റെ ഒരു യൂസ് ഇവിടെ വരുമ്പോൾ എന്തായാലും ഉണ്ടാവും. എന്റെ ഓഡിയൻസിന്റെ അടുത്ത് എനിക്ക് പറയാനുള്ള അത്രേ ഉള്ളൂ. +2 കഴിഞ്ഞിരിക്കുകയാണ് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നിങ്ങൾ +2 അല്ല, ഇപ്പൊ കുറെ പേരുണ്ടാവും എനിക്കിപ്പോ 25 വയസ്സായി എനിക്കിത് ചെയ്യാൻ പറ്റുമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞല്ലോ, ദർ ആർ അതർ തിങ്സ്. ഇതേപോലെ ഒരു 1 year എന്താ പറയാ ഒരു ഇന്റേൺഷിപ്പ് പോലെ ഒരു സ്ഥലത്ത് ചെയ്തിട്ട് then നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ എനിക്ക് തോന്നുന്നു എല്ലാ വെബ്സൈറ്റിലും ഏജ് ലിമിറ്റും കാര്യങ്ങളൊക്കെ ക്ലീൻ ആയിട്ടുണ്ടാവും തോന്നുന്നു അല്ലെ, ഓരോ കോഴ്സിന്റെ ഹൗസ് ബിൽഡിംഗില് അതൊക്കെ ക്ലിയർലി സ്റ്റേറ്റഡ് ആയിരിക്കും. ഏജ് ലിമിറ്റ് എനിക്ക് തോന്നുന്നു ലാംഗ്വേജ് സർട്ടിഫിക്കറ്റ് ഒരുപാട് നാളൊക്കെ എത്തിയതാണെങ്കിൽ ചിലപ്പോൾ ഒരു പണി വരാൻ ചാൻസ് ഉണ്ട്. അതേപോലെ മുമ്പ് എടുത്തു വെച്ച കാരണങ്ങൾ കൊണ്ട് വരാൻ ലേറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഇതിപ്പം സ്കൂൾ അനുസരിച്ച്, സ്കൂൾ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ക്ലിനിക് ഒക്കെ അനുസരിച്ച് ചിലപ്പോൾ അത് പാടുവരാൻ ചാൻസ് ഉണ്ട്. അതേപോലെ ഇപ്പം ഏജ് ആണെങ്കിലും ഇപ്പം നമുക്ക് ഇതേപോലെ 1 year അല്ലെങ്കിൽ 6 months ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഈ കോഴ്സസ് ചെയ്ത് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് നമുക്ക് കിട്ടും. അപ്പൊ അത് ചെയ്ത് കഴിഞ്ഞിട്ടായാലും ഇതേപോലെ കയറാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പൊ അതുകൊണ്ട് എനിക്കറിയാവുന്നവരിങ്ങനെ ഡിഗ്രി ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പൊ നഴ്സിംഗ് ചെയ്യുന്നവരുണ്ട്. അപ്പൊ അതുകൊണ്ട് അതൊരു പാടുള്ള കാര്യമൊന്നുമല്ല. നമുക്കിപ്പോ ലാംഗ്വേജ് കിട്ടി അച്ചീവ് ചെയ്ത് അവിടെ എത്താൻ പറ്റുമെങ്കിൽ അത് കുഴപ്പമുള്ള കാര്യമൊന്നുമല്ല. ഓക്കെ, അപ്പോ താങ്ക് യു വെരി മച്ച് ഫോർ യുവർ ടൈം. കാരണം ഇത് കണ്ടിട്ട് കുറെ ആൾക്കാർ എന്താ പറയാ നഴ്സിംഗിൽ വരട്ടെ എന്ന് വിചാരിക്കുന്നു. ആൻഡ് ഇപ്പൊ കുറെ പേര് ഇങ്ങനെ എന്താ പറയാ നിങ്ങളുടെ ഐഡിയോ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ കൊടുക്കാവോ? ഞാൻ ലൈക്ക് ഇൻസ്റ്റാഗ്രാമോ എന്തെങ്കിലും. ഡോണ്ട് എന്താ പറയാ സ്പാം ചെയ്യരുത്. അത് ഇത് കൊണ്ട് ലൈക്ക് ഭയങ്കര തിരക്കുണ്ടാവും. ബട്ട് സ്റ്റിൽ നിങ്ങളുടെ ഇൻസ്റ്റാ ഐഡിയോ ലൈക്ക് ഇമെയിലോ എന്തെങ്കിലും വീഡിയോയുടെ താഴെ കൊടുത്താൽ കുഴപ്പമില്ല. ഇല്ല, എനിക്ക് അറിയാവുന്ന ഇൻഫർമേഷൻസ് ആണെങ്കിൽ ഞാൻ ഷെയർ ചെയ്യാം. എനിക്ക് വന്നൊരു ഇതിൽ കൂടെ ഞാൻ എല്ലാം തന്നെ സെർച്ച് ചെയ്ത് വന്ന ആളല്ല. അവിടുന്ന് ഇവിടുന്ന് കിട്ടുന്ന ഇൻഫർമേഷൻസ് ആണ്. അപ്പൊ എനിക്ക് അറിയാവുന്നത് ഷെയർ ചെയ്യുന്നതിൽ എനിക്ക് കുഴപ്പമില്ല. once again thank you for the interview. ഇത് കണ്ടിട്ട് കുറെ ആൾക്കാർ നഴ്സിംഗ് നമ്മുടെ ചാനലിൽ ഭയങ്കര ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആയിരുന്നു നഴ്സിംഗ് എന്ന് പറഞ്ഞ സംഭവം. once again thanks. and നമുക്ക് ഇനി ഒരു 3 വർഷം കഴിഞ്ഞിട്ട് ഇനി ഒരു part 2 ഉണ്ടാവും ഈ വീഡിയോയുടെ for sure. അപ്പോ താങ്ക്സ്.